തിരുവനന്തപുരം കോർപ്പറേഷൻ 45 ദിവസം കൊണ്ട് മാറ്റിമറിക്കും. അതാണ് ഞങ്ങളുടെ ബ്ലൂ പ്രിന്റ്. കുടിവെള്ള പ്രശ്നം കോർപ്പറേഷന്റെ നേർക്ക് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന എവിടെയാണ്? കോർപ്പറേഷനിലാണ്. പിന്നെ എന്താ കോർപ്പറേഷനോട് ചോദിക്കുന്നത്? കുടിവെള്ളത്തിന് ചോദിക്കരുതെന്ന് പറയുന്നില്ല. കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന വാട്ടർ അതോറിറ്റി അല്ലല്ലേ? അപ്പോൾ വാട്ടർ അതോറിറ്റി അല്ലേ അതിൻ്റെ അതോറിറ്റി? അതിനല്ലേ ഒരു മന്ത്രാലയം ഉള്ളത്. വാട്ടർ അതോറിറ്റി എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല? ഞങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്നത് എന്താണ്? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥാപനം എന്നുള്ളത് ജനങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടിലും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇടപെടേണ്ട പ്രസ്ഥാനമെന്നാണ് വിശ്വസിക്കുന്നത്. വി രാജേഷാണ് ആദ്യം പറഞ്ഞത് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കണം തിരുവനന്തപുരത്ത് 45 ദിവസം കൊണ്ട്. ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയ കോലാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയാണ്. കാരണം എന്താണെന്ന് തിരുവനന്തപുരത്തുകാർക്ക് വെള്ളമില്ല, തിരുവനന്തപുരം സിറ്റിയിൽ വെളിച്ചല്ല, തിരുവനന്തപുരത്തുകാർക്ക് പട്ടിശല്യം കൂടിയിട്ടുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോഴും തിരുവനന്തപുരത്ത് വലിയ ദയനീയ അവസ്ഥയിലേക്ക് ഈ മേയർ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മേയർ പറയുന്നതാവട്ടെ കുടിവെള്ള പദ്ധതി കോർപ്പറേഷനായിട്ട് യാതൊരു ബന്ധമില്ലാണ്. അതിൻ്റെ ഫീ ഈടാക്കുന്നത് വാട്ടർ അതോറിറ്റിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. അതല്ലാതെ മേയർ സ്ഥാനത്തിരിക്കുന്ന ഞാനല്ല. അതാണ് പറഞ്ഞത്, മേയർ സ്ഥാനത്തിരിക്കുന്ന ഞാനല്ല, കോർപ്പറേഷൻ അല്ലാന്ന്. അപ്പോൾ കോർപ്പറേഷൻ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കതിന് രണ്ട് വർത്തമാനം എന്നോട് പറയാനുണ്ട്. കാരണം പറയുകയാണെങ്കിൽ അത് വളരെ ദയനീയ രീതിയാണ്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാവട്ടെ, ഇതൊക്കെ കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്തിനുള്ളതാണ് എന്നുള്ളത് മേയർ ആദ്യം പഠിക്കണം. എന്നിട്ട് വേണം ഇതുപോലെയുള്ള ചെന്നക്കുത്തി വർത്താനം പറയാൻ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ല വാക്കുകൾ സംസാരിക്കാനെങ്കിലും പഠിക്കണം. മേയറെ പണി എന്താണ് എന്നുള്ളത് മേയർ ആദ്യം അത് പഠിക്കട്ടെ, എന്നിട്ട് മേയർ സ്ഥാനത്ത് ഇരിക്കട്ടെ. അതുപോലും അറിയാത്ത മേയർ എന്ത് മേയറാണ് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അത് KCB ആണ് പൈസ വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇടേണ്ട ആരാണ്? ഇപ്പം വാട്ടർ അതോറിറ്റിയിൽ അവരടുത്ത് വീഴ്ചകളോ പാളിച്ചകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അത് ചെയ്യിപ്പിക്കേണ്ടത്, അത് കൃത്യമാക്കിക്കേണ്ട പവറുള്ള ഒരു വ്യക്തിയാണ് മേയർ. അവരെ കൊണ്ട് നിർബന്ധപൂർവം അത് ചെയ്യിപ്പിക്കണം. അത് ചെയ്യിപ്പിക്കേണ്ടത് മേയറാണ് എന്നാണ് പറയാനുള്ളത്. അതല്ലെങ്കിൽ ഒരു മെമ്പർക്ക് വരെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അവർക്ക് വരെ അതിന് അവകാശമുണ്ട്. ഒരു എന്താ പറയുക, വെള്ളമില്ല, കറണ്ടില്ല, അതല്ലെങ്കിൽ ഇതൊക്കെ ഈ പ്രാഥമിക ആവശ്യാർത്ഥാണ്. ഇത് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാണോ നോക്കുക. ഇതൊക്കെ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിൻ്റെയും കോർപ്പറേഷൻ്റെയും ഒക്കെ കടമകളാണ്. വെള്ളം ഇനിയിപ്പോൾ പൈപ്പ് ലൈൻ കാരണം എന്തെങ്കിലും സാങ്കേതിക തടസ്സം വന്ന് ആ വന്ന സ്ഥലത്ത് കിട്ടാത്ത സ്ഥലത്ത് വെള്ളം എത്തിച്ചു കൊടുക്കേണ്ടത് കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ ആവട്ടെ പഞ്ചായത്താവട്ടെ അങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ടാങ്കറിലാണെങ്കിൽ ടാങ്കറിൽ, താൽക്കാലിക കിണർ കുഴിക്കുകയാണെങ്കിൽ താൽക്കാലിക കിണർ കുഴിച്ച് അതിന് പമ്പ് ചെയ്ത് അത് അങ്ങനെ ആ ലെവലിൽ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വരെ ഉണ്ട്. ആർക്ക്? ഈ കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും. അതെന്താ ഇവന് ചെയ്യാത്തത്? കാരണം ഇവന് എന്താണ് അറിയുന്നുണ്ട്. ഒരു അറിവുള്ള മനുഷ്യനാണെങ്കിൽ അതൊന്നും ഞങ്ങളെ ഉത്തരവാദിത്തമല്ല, ഞാൻ അതിലൊന്നും പെടേണ്ട ആളല്ല എന്ന് പറയോ? എന്താ പിന്നെ ഇവർക്ക് പെടാ? എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നും പെടാനില്ല. ഈ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ ഫീസ് വാങ്ങൽ മാത്രമേ കോർപ്പറേഷനും കോർപ്പറേഷൻ അതിർത്തിയിലുള്ള കെട്ടിടത്തിൻ്റെ ഫീ വാങ്ങൽ മാത്രമേ ഉള്ളൂ. അത് വാങ്ങുക, ഞഞ്ഞടിക്കുക, അത് വാങ്ങുക, ഞഞ്ഞടിക്കുക, ഇതിനുള്ളതാണ്. അപ്പം ഇവർക്ക് ഇത്ര വിവരം ഉള്ളൂ എന്നുള്ളതാണ് രാജേഷ് തന്നെ വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് BJPക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവനോട് സംസാരിക്കുമ്പം വളരെ പക്വതയോടെ കൂടെ സംസാരിക്കാൻ പറയണം. എന്താണ് മേയർ എന്ന് പഠിച്ചിട്ട് ആ സ്ഥാനത്ത് ഇരിക്കാൻ പറയണം. ഇനിയും സമയമുണ്ട്, ആകെ 3 മാസത്തിലായിട്ടുള്ളൂ. അപ്പം ഇനിയും സമയമുണ്ട്. പഠിച്ചിട്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നടക്കും. കാരണം എനിക്കാണെങ്കിൽ ആ തിരുവനന്തപുരത്തുകാരായതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവരിതൊക്കെ സഹിച്ച് മിണ്ടാതിരിക്കുക, അത് സഹിക്കുന്നതിന് വേണ്ടി വരും. കാരണം തിരുവനന്തപുരത്തുകാർ വോട്ട് ചെയ്ത് കൊടുത്തതല്ലേ, വോട്ട് ചെയ്ത് കൊടുത്താണെങ്കിൽ സഹിക്കേണ്ടി വരും. അപ്പോൾ എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കാനുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അത് മനസ്സിലാക്കണം. അത് എന്തെല്ലാം കാര്യങ്ങൾ, നിങ്ങൾക്ക് പൈസ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല, പൈസ കിട്ടാത്ത കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. പൈസ കിട്ടുന്ന കാര്യത്തിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് നികുതി പൈസ മാത്രം വാങ്ങിയാണ്ട് ഇങ്ങനെ ഞഞ്ഞടിക്കാൻ പറ്റുമോ? ഇല്ല, ഞഞ്ഞടിക്കാൻ വേണ്ടി ഇരിക്കണ്ട. 15,000 രൂപ ശമ്പളം തരുന്നത് അതിൻ്റേതായ വർക്ക് ചെയ്യാനാണ്. ആ വർക്ക് ചെയ്തിരിക്കണം. അതിനുള്ള സ്ഥാനവും അതിനുള്ള പവറും മേയർക്ക് തന്നിട്ടുണ്ട്. ഏത് സർക്കാർ മേയർക്ക് കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾ മേയർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പവർ വെച്ച് വാട്ടർ അതോറിറ്റിൻ്റെ അടുത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നികത്തേണ്ടത് ഈ മേയറാണ്. അവരോട് എന്ത് പരോക്ഷമായിട്ടാണെങ്കിലും എല്ലാത്ത രീതിയിലാണെങ്കിലും ഏത് ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും എന്ത് കാര്യത്തിലും അവർക്ക് അതിനുള്ള പവർ
സർക്കാർ നൽകിയിട്ടുണ്ട്. ആ പവർ ഉപയോഗിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് സാങ്കേതിക തകരാറാണ്, പെട്ടെന്ന് കിട്ടൂല എന്നുള്ളതാണെങ്കിൽ അതിന് ടാങ്കർ ഉപയോഗിച്ചോ മറ്റുള്ള വഴിയോ വെള്ളം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് മേയറുടെ അത്യാവശ്യമാണ്, അവരുടെ അവകാശമാണ്, അവരുടെ നിർബന്ധമാണ്, അവകാശമാണ്, ജനങ്ങളുടെ അവകാശമാണ്. അതല്ലാതെ മേയറുടെ ഔദാര്യമാണെന്ന് മേയർ കരുതേണ്ടിയിരിക്കേണ്ട എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.